ഞാൻ കള്ള കുടിച്ച് നശിച്ച നിനക്കെന്താടി? പാതിരാത്രി എന്നോട് ഞാൻ പറഞ്ഞു കൂട്ടിരിക്കാൻ. അതോ കാശിന് ആവശ്യമുള്ളത് കൊണ്ട് നീ മറ്റേ പണിക്ക് ഇറങ്ങിയതാണോ? കേട്ടപ്പോൾ സഹിച്ചില്ല. കൈ വലിച്ച് കർണത്തോട്ട് പൊട്ടിച്ചു. ചുറ്റുന്ന ആൾക്കൂട്ടത്തെ പോലും ഒരു നിമിഷം മറന്നുപോയി. അതാണ് സത്യം. ഡി എന്നൊരലർച്ച കേട്ടു. തല ചുറ്റും പോലെ തോന്നി. എന്താണ് സംഭവിച്ചെന്ന് അറിയും മുമ്പേ ഞാൻ വീണുപോയിരുന്നു. ബോധം തെളിയുമ്പോൾ ഞാൻ ഹരിയേട്ടന്റെ വീട്ടിലാണ്. മുഖത്തിന്റെ ഒരു വശം നീര് വന്ന് വീർത്തിരുന്നു. ആ വശത്തെ കണ്ണ് നീര് കാരണം തുറക്കാൻ വയ്യ. ലച്ചു കരഞ്ഞു വീർത്ത മുഖവുമായി ഇരിപ്പുണ്ട്. ലച്ചുവിനെ ആശ്വസിപ്പിക്കണം എന്നുണ്ട്. പക്ഷേ വാ തുറക്കാൻ വയ്യ. ഞാൻ കൈയെടുത്ത് ലച്ചുവിന്റെ കൈപ്പത്തിക്ക് മുകളിൽ വെച്ചു. ലച്ചു കൈ പിടിച്ച് ഉമ്മ വെച്ച് കരച്ചിൽ തന്നെ. എന്താണ് നടന്നതെന്ന് ചോദിക്കണമെന്നുണ്ട്. സാധിച്ചില്ല. ഞാൻ അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. തലയിൽ തടവി ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. എന്റെ നെഞ്ച് പറ്റിക്കിടന്ന് അവൾ കരച്ചിൽ തന്നെ. രാത്രിയായപ്പോഴേക്കും ഏട്ടനെത്തി. ഏട്ടൻ വല്ലാണ്ട് ദേഷ്യപ്പെട്ടിരിക്കുന്ന കണ്ടു. എന്നെ കാണുമ്പോഴെല്ലാം വിഷമവും ദേഷ്യവും ഏട്ടനെ അലട്ടും പോലെ തോന്നി. ആഹാരം കഴിക്കാൻ സാധിക്കുമായിരുന്നില്ല. ലച്ചു കഞ്ഞി കോരി തന്നിട്ടും കുടിക്കാൻ പറ്റുന്നില്ല. വാ തുറക്കുമ്പോൾ അസഹനമായ വേദന. ഏട്ടനും ആഹാരം വേണ്ടെന്ന് പറഞ്ഞു. ഒരുപാട് നിർബന്ധിച്ചിട്ടാണ് ഒടുവിൽ എന്തേലും കഴിച്ചെന്ന് ആള് വരുത്തി തീർത്തത്. ലച്ചു പിന്നെ കരച്ചിലോട് കരച്ചിൽ തന്നെ. അച്ഛന്റെ മുഖത്തുണ്ട് വിഷമം. സാധാരണ ഞാൻ വന്നാൽ പിന്നെ വീട്ടിലാകെ ബഹളമാണ്. പക്ഷേ ഇന്നാകെ മൂകത. എന്തേലും പറഞ്ഞ് എല്ലാരെയും ഒന്ന് ഉഷാറാക്കണമെന്നുണ്ട്. പക്ഷേ വാ തുറക്കാൻ പറ്റണ്ടേ? പാതിരാത്രി ആയിട്ടും ഹരനെ കണ്ടില്ല. അച്ഛൻ ഇടയ്ക്ക് വാതിക്കൽ പോയി നിൽക്കും. എന്നെ കാണുമ്പോൾ തലകുണിച്ച് റൂമിലേക്ക് പോകും. പാവം തോന്നി. ലച്ചു വന്നപ്പോൾ ഒരു പേപ്പറിൽ ഹരൻ എന്നെഴുതി കാണിച്ചു. വന്നിട്ടില്ല, നീ വിഷമിക്കണ്ട, ഏട്ടൻ തിരക്കി പോണില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്, പോയി അന്വേഷിക്കാൻ പറയും എന്ന് ഞാനൊരു പേപ്പറിൽ എഴുതി അവൾക്ക് നീട്ടി. ലച്ചുവിനെ അന്തം വിട്ട് നോക്കുന്ന കണ്ടു. അവളെയും ഒന്തിത്തള്ളി ഏട്ടന് മുന്നിൽ കൊണ്ടുവന്നു. വേദന കുറവുണ്ടോ മോളെ? ഏട്ടന്റെ ആ ചോദ്യത്തിൽ എന്നേക്കാൾ വേദന ഉണ്ടെന്ന് തോന്നി. ഞാൻ കുഴപ്പമില്ല എന്ന് ആംഗ്യം കാണിച്ചു. ലച്ചുവിനോട് ഏട്ടനോട് കാര്യം പറയാൻ ഉന്തി. ലച്ചു എന്നെ നോക്കിയിട്ട് ഏട്ടനെ നോക്കുന്ന കണ്ടു. എനിക്കെന്ത് പറയാനുണ്ടെന്ന് ഏട്ടന് മനസ്സിലായി. എന്താ ലച്ചു, എന്താ പാർട്ടിന് വേണ്ടത്? ഏട്ടന്റെ ചോദ്യത്തിന് മറുപടി പറയാതെ ലച്ചു വീണ്ടും എന്നെ നോക്കി. ഞാൻ അവളെ വീണ്ടും ഉന്തി. എന്താ ലച്ചു, എന്താ കാര്യം? ഹരനെ തിരക്കാൻ പറയുന്നു. ലച്ചു തല കൊമ്പിട്ടാണ് പറഞ്ഞത്. അവനെയോ? എന്തിന്? എന്താന്ന് വെച്ചാൽ ചെയ്യട്ടെ. അവൻ നന്നാകില്ല എന്ന് വ്രതമെടുത്തിരിക്കുന്നവനെ നന്നാക്കാൻ കഴിയില്ലല്ലോ. ദേഷ്യമടക്കാൻ ഏട്ടൻ പാടുപെടുന്ന കണ്ടു. ലച്ചു നിസ്സയതോടെ എന്നെ നോക്കി. ഞാൻ അവളോട് പേപ്പർ എടുത്ത് കൊണ്ടുവരാൻ ആംഗ്യം കാട്ടി. ഏട്ടൻ എന്നെ തന്നെ നോക്കുന്നുണ്ടായിരുന്നു. തെറ്റ് എന്റെ ഭാഗത്തുമുണ്ട് ഏട്ടാ. പേപ്പറിൽ എഴുതി ഞാൻ ഏട്ടന് നേർക്ക് നീട്ടി. എന്ത് തെറ്റ്? അവനല്ലേ മോളെ തല്ലി ഈ പരുവമാക്കിയത്? ഞാനും തല്ലി. ഞാൻ പേപ്പറിൽ എഴുതി ഏട്ടനെ കാണിച്ചു. മോൾ അവനെ തല്ലിയോ? എന്ന് ഞാൻ തലകുലുക്കി. അപ്പോ രണ്ടും കൂടി റോഡിൽ കിടന്ന് തല്ലുകൂടിയതാണോ? ഏട്ടൻ ചിരിയോടെ ചോദിച്ചു. ഉവ്, ഞാൻ തല്ലിയതിന് അവൻ തിരിച്ചു തല്ലിയതാ. ആരോഗ്യം സ്വല്പം കൂടുതൽ അവനായിപ്പോയി. ഞാൻ എഴുതിയത് വായിച്ചതും ഏട്ടന് ചിരി വന്നു. എന്തിനാ മോളവനെ തല്ലിയത്? അനാവശ്യം പറഞ്ഞതിന്. ഞാനത് എഴുതി കാട്ടിയതും ഏട്ടൻ ചിരിച്ചുപോയി. നീ എന്തു ഭാവിച്ചാ പാറുട്ടാ അവനെ തല്ലാൻ പോയേ? മിണ്ടാണ്ട് പോയാൽ പോരായിരുന്നോ? ലച്ചു, നീ ഒന്നും മിണ്ടാണ്ടിരുന്ന ലച്ചു. പാറുട്ടൻ ചെയ്താ ശരി, അനാവശ്യം പറഞ്ഞാൽ തല്ലുക തന്നെ വേണം. ഒവ്, പ്രോത്സാഹിപ്പിക്ക്. എന്നിട്ട് ദേ അവളുടെ മുഖം ഇരിക്കുന്ന കോലം കണ്ടോ? പച്ചവെള്ളം ഇറക്കാൻ വയ്യ. അതൊക്കെ ശരി തന്നെ, എന്നാലും തെറ്റ് കണ്ടാൽ പ്രതികരിക്കണം. അക്കാര്യത്തിൽ ഞാൻ പാറുട്ടന്റെ പക്ഷത്താ. ഏട്ടൻ എന്തായാലും ഹരനെ വിളിച്ചുകൊണ്ടുവരൂ. ഞാൻ എഴുതിയത് വായിച്ചതും ഏട്ടൻ ചിരിച്ചു. മോൾക്ക് നല്ല വേദനയുണ്ടോ? ഞാൻ സാരമില്ലെന്ന് തലയാട്ടി. ഏട്ടൻ കാറുമെടുത്ത് പോകുന്ന കണ്ടു. അച്ഛൻ എന്നെ നോക്കുന്നുണ്ടായിരുന്നു. നന്ദിയാണ്. ആ കണ്ണുകൾ തെളിഞ്ഞു നിൽക്കുന്ന തോന്നി. അല്ലെങ്കിലും മക്കളെ തള്ളിപ്പറയാൻ മാതാപിതാക്കൾക്കാവില്ലല്ലോ. ഇത്രയും നേരം വിഷമിച്ചിട്ടുണ്ടാവും. പാവം. ഞാൻ ചിന്തിച്ചത് മനസ്സിലായിട്ടാണോ എന്തോ അച്ഛൻ വന്നെന്റെ തലയിൽ തടവി. മോൾക്ക് നല്ലതേ വരൂ. അത് പറഞ്ഞ് അച്ഛൻ റൂമിലേക്ക് പോയി. ലച്ചുവിന്റെ മുഖത്ത് അപ്പോഴും പരിഭവം നിറഞ്ഞിരിപ്പുണ്ടായിരുന്നു.
പറഞ്ഞു മാറ്റാൻ കഴിയാത്തതുകൊണ്ട് ഞാൻ മിണ്ടാതിരുന്നു. ഏകദേശം 2-2.5 മണിക്കൂർ കഴിഞ്ഞ് മുറ്റത്ത് കാറിന്റെ ശബ്ദം കേട്ടു, ഒപ്പം ബൈക്കിന്റെയും. ലച്ചു എന്നെ നോക്കിയിട്ട് എഴുന്നേറ്റ് വാതിൽക്കിലേക്ക് പോയി. എനിക്ക് അവിടെ ഇരിക്കാനൊരു ചമ്മൽ തോന്നി. എഴുന്നേറ്റ് റൂമിലേക്ക് പോകാൻ ഒരുങ്ങുമ്പോഴാണ് ഏട്ടനും ഹരനും വന്നത്. ഞാൻ മുഖം കുനിച്ച് പിടിച്ചു നിന്നു. ഹരൻ ശ്രദ്ധിക്കാതെ റൂമിലേക്ക് പോയി. വല്ല കുലുക്കുണ്ടോന്ന് നോക്കിയേ. പിശാച, തനി പിശാജ്. കാതിനടുത്ത് ലച്ചുവിന്റെ അടക്കി പിടിച്ച ശബ്ദം വന്നു. അവൻ കടന്നുപോയതും ഞാൻ തലയുയർത്തി ഏട്ടനെ നോക്കി. സ്ട്രീറ്റ് ലൈറ്റിനടുത്തെ അരഭിത്തിയിൽ ഇരിപ്പുണ്ടായിരുന്നു. എന്തായാലും ലക്ക് കേട്ടിട്ടില്ല. ഏട്ടനത് പറയുമ്പോഴും ലച്ചു മുറുമുറുക്കുന്നുണ്ടായിരുന്നു. എന്റെ മുഖത്തെ നീര് കുറച്ചുകൂടി വർദ്ധിച്ച പോലെ തോന്നി. മുഖത്തിന്റെ ഒരു വശം തൂങ്ങിക്കിടക്കും പോലെ. വല്ലാത്ത ക്ഷീണവും. ഞാൻ കിടക്കട്ടെ എന്ന് ആംഗ്യം കാണിച്ചു. ലച്ചുവിനെ എന്റെ വിഷമം കണ്ട് വീണ്ടും കണ്ണു നിറഞ്ഞു. അടുത്തൊരു വലിയ കരച്ചിലിന്റെ സാധ്യത ഞാൻ മുന്നിൽ കണ്ടു. ഏട്ടനെ നോക്കിയപ്പോൾ ആൾക്ക് കാര്യം മനസ്സിലായി. ലച്ചുവിനെ ഏട്ടൻ വിളിച്ച് റൂമിൽ കൊണ്ടുപോയി. റൂമിലെ കട്ടിലേക്ക് ഞാൻ വന്നു വീണു. എന്ന് പറയുന്നാവും ശരി. വല്ലാണ്ട് തളർന്നു പോയിരുന്നു. വേദനയും ക്ഷീണവും. ദേഹം ചെറുതായി തണുക്കുന്നുണ്ടോ എന്നൊരു സംശയവും. കണ്ണിന് നല്ല കഴപ്പ്. എഴുന്നേറ്റ് കണ്ണാടിയിൽ നോക്കിയപ്പോൾ പേടിച്ചു പോയി. ഒരു കണ്ണ് പൂർണ്ണമായും നീര് കാരണം അടഞ്ഞു പോയിരിക്കുന്നു. ചെറുതായി കവിളും ഒന്ന് തടവി നോക്കി. മുടിഞ്ഞ വേദന. ഹോ, ഒരു മര്യാദയില്ല തല്ലായിപ്പോയി കാലൻ. തിരികെ കാട്ടിൽ വന്നിരിക്കുമ്പോഴേക്കും ചെറുതായി തണുപ്പ് തോന്നി തുടങ്ങിയിരുന്നു. പനിക്കുന്നുണ്ടോ എന്നൊരു സംശയം വന്നു. കുറച്ചു സമയത്തിനുള്ളിൽ മനസ്സിലായി പനിയുണ്ട്. എങ്ങനെയും തിരിഞ്ഞും മറിഞ്ഞ് ഉറങ്ങാൻ നോക്കി. രക്ഷയില്ല. അതിനിടെ തലവേദനയും. സമയം കഴിയുന്തോറും പനിയുടെ ചൂറ് ഏറി വന്നുകൊണ്ടിരുന്നു. ചെറുതായി കിടുങ്ങാനും തുടങ്ങി. ലച്ചുവിനെ ഒന്ന് വിളിക്കാൻ തോന്നി. വാതുറക്കാൻ പറ്റാത്ത കൊണ്ട് ഉറക്കി വിളിക്കാൻ പറ്റിയില്ല. എഴുന്നേറ്റ് റൂമിൽ ചെന്ന് വിളിക്കേണ്ടി വരും. എങ്ങനെയും എഴുന്നേറ്റ് ലൈറ്റ് ഇട്ടു. ദേഹമായി തളരും പോലെ തോന്നി. ഒരുവിധം ഭിത്തിയിൽ പിടിച്ച് മുന്നോട്ട് നടന്നു. വാതിൽ കടന്ന് 2 അടി നടന്നതും തല കറങ്ങും പോലെ തോന്നി. വീണു. ശബ്ദം കേട്ടാവണം ഹരൻ വാതിൽ തുറന്ന് നോക്കുന്ന കണ്ടു. ഞാൻ എങ്ങനെയെങ്കിലും എഴുന്നേൽക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അവൻ നടന്ന് എന്റെ അടുത്ത് വന്ന് നിന്നു. നീ എന്താടി, വെള്ളമടിച്ചിട്ടുണ്ടോ തറയിൽ കിടന്ന് ഇഴയാൻ? പരിഹാസ രൂപേണ ചോദ്യം വന്നു. തീർത്തും നിസ്സയമായ അവസ്ഥയിലായിരുന്നു ഞാൻ. തറയിലേക്ക് ചാഞ്ഞു കിടക്കാൻ തോന്നി. വിറച്ചുകൊണ്ട് തറയിലേക്ക് വീണു. ഒരുപാട് ഷോ കാണിക്കാതെ എഴുന്നേറ്റ് പോടി. ഹരന്റെ ശബ്ദം കാതിൽ വീഴുമ്പോഴും ഞാൻ അനങ്ങാതെ കിടക്കുകയായിരുന്നു. കണ്ണടച്ച് അങ്ങനെ കിടക്കാൻ തോന്നി. കൺമുന്നിലേക്ക് അമ്മ നടന്നു വരുന്നു. അമ്മ അരികിൽ വന്ന് നിൽക്കും പോലെ. പാറുട്ടാന്ന് വിളിക്കുന്നു. തല മടിയിലേക്ക് എടുത്തു വെച്ച് വേവലാതിപ്പെടുന്നു. അടുപ്പിൽ തിളയ്ക്കുന്ന കഷായത്തിന്റെ മണം. നെറ്റിയിലേക്ക് അമ്മ തണുത്ത വെള്ളത്തിൽ മുക്കിയ തുണി ഇട്ടു തരുന്നു. പൊടിയരി കഞ്ഞിയുടെ ചെറിയ ചൂട് നാവിൽ തട്ടുന്നു. പാറുട്ടാ. മുഖത്ത് വെള്ളം വീണപ്പോഴാണ് ബോധം വന്നത്. ഹോസ്പിറ്റലാണ്. ലച്ചുവിനെ കുലുക്കി വിളിക്കുന്നു. കണ്ണു തുറന്ന് തിളക്കിയത് അമ്മയെയാണ്. അമ്മയെവിടെ? ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നല്ലോ. ലച്ചുവിന്റെ മുഖം കരഞ്ഞു വീർത്തിരിക്കുന്നു. ഈ ലച്ചുവിനൊപ്പോഴും കരച്ചിൽ തന്നെ. കഷ്ടം. ഏട്ടനും അച്ഛനുമെല്ലാം വിഷമിച്ചു നിൽക്കുന്ന കണ്ടു. എന്റെ ഒരു പുഞ്ചിരി അവിടെ ഉണ്ടായിരുന്ന മുഖങ്ങളിലെല്ലാം ആശ്വാസം നിറയ്ക്കുന്ന കണ്ടു. ഹരനെ അവിടെയൊന്നും കണ്ടതേയില്ല. അവനെപ്പറ്റി ആരോടും ചോദിക്കാനും തോന്നിയില്ല. 2-3 ദിവസം ഹോസ്പിറ്റലിൽ തന്നെ കിടക്കേണ്ടി വന്നു. ഡിസ്ചാർജ് ആകുമ്പോഴേക്കും നീര് പൂർണ്ണമായി മാറിയിരുന്നു. വീട്ടിലേക്ക് മടങ്ങേണ്ടി വന്ന ദിവസമാണ് പിന്നെ ഹരനെ കണ്ടത്. കണ്ടിട്ടും കണ്ട പാവം നടിക്കാതെ അവൻ കടന്നു പോകുന്ന കണ്ടു. ലച്ചു മാത്രം അപ്പോഴെല്ലാം എനിക്ക് മാത്രം കേൾക്കാവുന്ന വിധത്തിൽ അവനെ ശപിച്ചുകൊണ്ട് മുറുമുറുത്തുകൊണ്ടിരുന്നു. ആശുപത്രി വാസവും വിശ്രമവും എല്ലാം കൂടി ഒരാഴ്ച പോയി കിട്ടി. അതുവരെ ഏട്ടനും ലച്ചും എന്റെ അരികിൽ തന്നെ ഉണ്ടായിരുന്നു. ഏട്ടന് പകരം അച്ഛൻ കടയിലേക്ക് പോകണമെന്നേറ്റു. അതും ഒരു പുതിയ കാര്യമായിരുന്നു. ജോലിക്ക് പോയ ദിവസം രാവിലെ ഏട്ടൻ തന്നെയാണ് ക്ലബിൽ കൊണ്ടാക്കിയത്. പനിയുടെ ക്ഷീണം പൂർണ്ണമായും മാറിയിരുന്നു. കാര്യമായ ജോലിയൊന്നും ക്ലബിൽ ഉണ്ടായിരുന്നില്ല. 12 മണിയായത് ബാഗുമെടുത്തിറങ്ങി. ക്ലബിന്റെ വാതിൽക്കൽ നിൽക്കുന്ന ആളെ കണ്ട് ഞെട്ടിപ്പോയി. ശാരദേച്ചി. ചേച്ചിന്ന് വിളിച്ച് ഞാൻ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചു. അസുഖമൊക്കെ മാറിയോ കുട്ടിയെ? മോളല്ലാതെ ആരേലും ആ തലയിരിഞ്ഞവനോട് കയർക്കാൻ പോകുവോ? ചേച്ചിയുടെ വാക്കുകൾ പരിഭവം നിറഞ്ഞു. തലേ ദിവസം വെള്ളമടിച്ച് വഴിയിൽ കിടക്കുവായിരുന്നു. ഞാനാ ഹരിയേട്ടനെ വിളിച്ചു പറഞ്ഞത്.
വീണ്ടും മദ്യക്കുപ്പിയുമായി പോകുന്ന കണ്ടപ്പോൾ ചോദിച്ചു പോയതാ. മോൾക്ക് വേറെ പണിയില്ലേ? അവനൊക്കെ നശിക്കാൻ വേണ്ടി ജനിച്ചതാ, തലതിരിഞ്ഞ ജന്തു. ഞാൻ ചിരിച്ചതേ ഉള്ളൂ. ശാരദേച്ചി എന്റെ കൈയും പിടിച്ച് നടന്നു. ആള് ഹരനെ ഭയങ്കരമായി ശപിക്കുന്നുണ്ട്. ഓരോന്ന് പറഞ്ഞും ചിരിച്ചു ഞങ്ങൾ കവലയിലേക്ക് എത്തി. ചേച്ചിയാണോ എന്റെ കാര്യം വീട്ടിലറിയിച്ചത്? പിന്നല്ലാണ്ട്. മോള് തലചുറ്റിതേ അവന്റെ ദേഹത്തേക്കാ വീണത്. അവനാളെ മോളെയും പിടിച്ച് അന്തം വിട്ട് നിൽക്കുന്നു. ആൾക്കാരാണേൽ അവന്റെ അടുത്തോട്ട് വരാനും പേടി. ഒടുക്കം ഞാൻ വിളിച്ച് ഹരിയോട് പറയുമായിരുന്നു. ഹരിയേട്ടൻ ദേഷ്യപ്പെട്ടോ ഹരനോട്? അതിനവൻ അവിടെ ഉണ്ടായിട്ട് വേണ്ടേ? ഞാൻ ഹരിയെ ഫോൺ ചെയ്യുന്നത് അവൻ കേട്ടിരുന്നു. എന്നെ നോക്കി ഇതിനെ ഒന്ന് പിടിക്കു തള്ളേന്ന് പറഞ്ഞു. ഞാനും ആ പലചരക്കടയിലെ കൊച്ചും കൂടി മോളെ വന്ന് പിടിച്ചതും അവൻ ബൈക്കിൽ കയറിപ്പോയി. ഹരന്റെ അവസ്ഥ കേട്ടപ്പോൾ എനിക്ക് ചിരി വന്നു. കവലയിൽ സാമാന്യം തിരക്കുണ്ടായിരുന്നു. ചേച്ചി എന്തൊക്കെയോ തമാശകൾ പറയുന്നുണ്ടായിരുന്നു. ചേച്ചി പറഞ്ഞ ഏതോ തമാശയ്ക്ക് എന്തോ മറുപടി പറയാൻ തുടങ്ങുമ്പോഴാണ് ചേച്ചി എന്റെ കയ്യിൽ പിടിച്ച് കുലുക്കിയത്. എന്താ കാര്യം എന്ന് മട്ടിൽ നോക്കുമ്പോൾ ചേച്ചി എതിർവശത്തെ കടയിലേക്ക് കണ്ണു ചൂണ്ടി. ഹരൻ ആരോട് സംസാരിച്ചു നിൽക്കുവാണ്. നിർത്തിവെച്ച ശാപവാചകങ്ങൾ ചേച്ചി വീണ്ടും എന്റെ കാതിൽ മന്ത്രിക്കാൻ തുടങ്ങി. കാണാത്ത മട്ടിൽ നടക്കുന്നതാവും നല്ലതെന്ന് തോന്നി. ഞങ്ങൾ മുന്നോട്ട് നടക്കുമായിരുന്നു. അപ്പോഴാണ് തൊട്ടടുത്ത കടയിൽ നിന്നൊരുത്തൻ വിളിച്ചു ചോദിച്ചത്. അതെ, എത്ര റേറ്റ്? ഏതോ സാധനത്തിന്റെ വില ചോദിച്ചതാവും എന്നാണ് കരുതിയത്. ശരിക്ക് കേട്ടതുമില്ല. അതുകൊണ്ട് ഞാൻ തലയുയർത്തി എന്താ ചേട്ടാ എന്ന് ചോദിച്ചു കഴിഞ്ഞാണ് ആളുടെ മുഖം കണ്ടത്. അന്ന് ഹരനൊപ്പം നിന്നവൻ. ഇരുട്ടിലേക്ക് ഒരു സ്ത്രീയുമായി അവൻ നടന്നുപോയത് ഓർമ്മ വന്നു. അന്ന് മുഖം ശരിക്ക് കണ്ടില്ലായിരുന്നു. പിന്നീട് പലവട്ടം ഹരനൊപ്പം ബൈക്കിൽ കണ്ടിട്ടുണ്ട്. അതെ, മോളുടെ റേറ്റ് എത്രയാണെന്ന് ചോദിച്ചത്. നമുക്ക് താങ്ങാൻ പറ്റുന്നതാണോ എന്നറിയാലോ. എന്നെ നോക്കി ഒരു വഷളൻ ചിരിച്ചാണ് അവൻ ചോദിച്ചത്. സ്വല്പം ഉറക്കെ തന്നെ. തീരെ പ്രതീക്ഷിക്കാത്ത ഒന്നായതുകൊണ്ട് ഒരു നിമിഷം പതറിപ്പോയി. ശാരദേച്ചിയും അന്തം വിട്ടു. നല്ലൊരു മറുപടി പറയാൻ നാവ് ഉയർത്തി മുമ്പേ എന്റെ മുന്നിലേക്ക് അവൻ തല്ലി അലച്ചു വീണു. എന്റെ കാലിനടുത്തേക്കാണ് അവൻ വീണത്. ഞാൻ ഞെട്ടി പിന്നോട്ട് മാറി. അവനെ തല്ലിയ ആളെ കണ്ട് ഞാൻ ഞെട്ടി. ഹരൻ. എന്നേക്കാൾ കൂടുതൽ ഞെട്ടിയത് ആള് എന്റെ അടുത്ത് തന്നെ നിൽപ്പുണ്ട്. ശാരദേച്ചി. ഭ്രാന്ത് പിടിച്ച പോലെ അവൻ അയാളെ തല്ലുന്ന കണ്ടു. ആൾക്കാരെല്ലാം അന്തം വിട്ട് നോക്കുന്നു. ഞാൻ ഒരു നിമിഷം നിശബ്ദയായിപ്പോയി. ചന്തയിൽ പരിത മുഖങ്ങളിൽ അവജ്ഞ ചിരി വിരിയുന്നത് കണ്ടു. പൂർണ്ണ നഗ്നയായി ഞാൻ നിൽക്കുമ്പോൾ തോന്നി. കണ്ണുകൾ കൊണ്ട് അവരെന്നെ കൊത്തി വലിക്കും പോലെ. 100,000 ഇഴജന്തുക്കൾ ആ കണ്ണുകളിൽ നിന്ന് ഇറങ്ങി വന്നു. എന്റെ ദേഹത്ത് എല്ലായിടത്തും അവ ഇഴഞ്ഞു കയറുന്നു. രക്തമുറ്റി കുടിക്കുന്നു. പിന്നീട് അവിടെ നിൽക്കാൻ തോന്നിയില്ല. ശാരദേച്ചി ഒന്ന് നോക്കിയിട്ട് ഞാൻ വേഗത്തിൽ നടന്നു. ഹോസ്റ്റലിലേക്കാണ് പോയത്. ദേഷ്യമോ സങ്കടമോ ഒക്കെ കൊണ്ട് മനസ്സ് നിറഞ്ഞിരുന്നു. ഹോസ്റ്റലിൽ എത്തിയപ്പോഴേക്കും വല്ലാത്ത മാനസികാവസ്ഥയിൽ ആയി കഴിഞ്ഞിരുന്നു. അമ്മയുടെ ഫോട്ടോ എടുത്ത് കയ്യിൽ പിടിച്ച് അതിൽ നോക്കിയിരുന്നു. എന്താണ് അമ്മയോട് പറയേണ്ടത്? അറിയില്ല. ഒന്നും പറയാനില്ലാത്ത പോലെ. പിന്നെ എന്തിനാണ് ഈ അസ്വസ്ഥത? എന്തൊക്കെയോ പറയാൻ കഴിയാത്ത പോലെ വേദന. ആകെ ഭ്രാന്ത് പിടിക്കും പോലെ തോന്നി. എല്ലാത്തിനോടും ദേഷ്യം പോലെ. ഇടയ്ക്ക് കണ്ണീരും വരും. 3 മണി വരെ ആ ഹോസ്റ്റൽ മുറിയിൽ ഭ്രാന്തെടുത്തിരുന്നു. ചിലപ്പോൾ കൈ ചുരുട്ടി ഭിത്തിയിലിടിക്കും. ചിലപ്പോൾ കരയും. ചിലപ്പോൾ എഴുന്നേറ്റ് നടക്കും. 3 മണിയായതും ബാഗുമെടുത്തിറങ്ങി. റോഡിലൂടെ നടക്കുന്നു എന്നേ ഉള്ളൂ. ഉള്ളിലെ ഭ്രാന്ത് വിട്ടൊഴിഞ്ഞിട്ടില്ല. ക്ലബിൽ പാർക്കിന് സമീപം എത്തിയപ്പോൾ ഹരൻ അവിടെ നിൽക്കുന്ന കണ്ടു. ഉള്ളിലെ ഭ്രാന്ത് ദേഷ്യത്തിന് വഴിമാറിയിരുന്നു. ഉറഞ്ഞു തുള്ളാൻ ഒരുങ്ങിയിരിക്കുകയായിരുന്നു മനസ്സ്. ഒരുവിധം നിയന്ത്രിച്ച് മുന്നോട്ട് നടന്നപ്പോഴാണ് അവൻ മുന്നിലേക്ക് വന്നത്. അവൻ എന്നെ അനാവശ്യം പറയില്ല. ആര്? ഉള്ളിലെ തീ കത്തി തുടങ്ങിയിരുന്നു. ആ പ്രസന്നൻ. ഇന്ന് അനാവശ്യം പറഞ്ഞില്ലേ അവൻ? നല്ലത് കൊടുത്തിട്ടുണ്ട്. എന്തിന്? തന്നോട് ഞാൻ പറഞ്ഞോ അയാളെ തല്ലാൻ? ഹരൻ അന്തം വിട്ട് എന്നെ നോക്കുന്നുണ്ടായിരുന്നു. അയാളെ തല്ലാൻ നിനക്കെത് യോഗ്യതയാ ഉള്ളത്? നീയല്ലേ എന്നെ രാത്രി വിലയിട്ടത്? വടിയിൽ ബോധം കെട്ട് കിടന്നവനെ താങ്ങിയെടുത്തതിന് കൂലി. നീയല്ലേ ആ ചന്തയിൽ നിന്ന് എനിക്ക് വില പറഞ്ഞത്? അയാളെ വില ചോദിച്ചു എന്നല്ലേ ഉള്ളൂ. എന്നിട്ടാവും അയാളെ തല്ലി പോലും. എന്ത് കാര്യത്തിന്? തന്നെ എന്റെ സെക്യൂരിറ്റി പണിക്ക് ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ടോ? ഹരൻ മിണ്ടാതെ എന്നെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു.
എന്റെ ഉള്ളിലെ ഭ്രാന്ത് അപ്പോഴും അഗ്നിയിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. ഉറഞ്ഞുള്ളി ഞാൻ അവനരികിലേക്ക് ചെന്നു. നിനക്കറിയുവോ, 19ാമത്തെ വയസ്സിൽ വിധവയാതാണ് എന്റെ അമ്മ. സുന്ദരിയായിരുന്നു. അന്നു മുതൽ ഞങ്ങളെ ചേർത്ത് പിടിച്ചാണ് അമ്മ ജീവിച്ചത്. ഒരു പേരുദോഷവും കേൾപ്പിച്ചിട്ടില്ല. പട്ടിണി കിടന്നിട്ടുണ്ട്. പനി കൂടി മരിച്ചു പോകും എന്ന സ്ഥിതി വരെ വന്നിട്ടുണ്ട്. എന്നിട്ടും തോറ്റുപോയിട്ടില്ല. ആ അമ്മയെക്കാണ് ഞങ്ങൾ വളർന്നത്. ഇതുവരെ ഒരാൾ ഞങ്ങളെക്കുറിച്ച് മോശമായി പറഞ്ഞിട്ടില്ല. അമ്മ ആഗ്രഹിച്ചും അതാണ്. ആരെയും ദ്രോഹിച്ചിട്ടില്ല, സഹായിച്ചിട്ടേ ഉള്ളൂ. നീ എന്നാ വഴിയിൽ കിടന്നപ്പോഴും കാണാത്തവിടിൽ പോകാൻ തോന്നാഞ്ഞതും അതുകൊണ്ടാണ്. എന്റെ ലച്ചുവിന്റെ അനിയനല്ലേ എന്ന ചിന്ത. നീ അതിന് കൊടുത്ത വ്യാഖ്യാനം കൊള്ളാം. നിന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നിനക്കതേ അറിയൂ. പഠിച്ചതല്ലേ പാടാൻ പറ്റൂ. പക്ഷേ നീയൊക്കെ ഒരു ദേഷ്യത്തിന്റെ പുറത്ത് വായിൽ വരുന്ന വിളിച്ചു കൂവിയിട്ട് നടന്നു പോകുമ്പോൾ അതിന്റെ ഫലം അനുഭവിക്കേണ്ടി വരുന്നവരെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? എന്നിട്ട് അനാവശ്യം പറഞ്ഞവരെ തല്ലി പോലും ഒരു പരോപകാരം വന്നിരിക്കുന്നു. തല്ലേണ്ട അവനെയല്ല, നിന്നെയാണ്. മൃഗമാണ് നീ. നിന്നെയൊക്കെ തല്ലി കൊല്ലേണ്ട വേണ്ടത്.